ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്കിൽ പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രദറിനും കുടുംബത്തിനുമായി നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെൻസി ഡാനിയൽ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ ജോലി സംബന്ധമായിട്ട് താൻ അടുത്തൊരു ലെവലിലേക്ക് പോകേണ്ടതിനായിട്ട്, തന്നെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ആ കുടുംബം ഈ എപ്പിസോഡ്സ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. എന്നോട് ചേർന്ന് ഇന്ന് നാം പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് പ്രിയരെ. ഈ കുടുംബം ഇന്ന് ഈ സുവിശേഷത്തെ താങ്ങിയത് കൊണ്ടാണ് ഈ എപ്പിസോഡ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും അടച്ച് ഈ എപ്പിസോഡിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിടുതലുകൾ കൊണ്ടുവരും. എങ്കിൽ കണ്ണുകൾ അടച്ചാട്ടെ, നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ബ്രദറിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയൊരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നപ്പാ, ഇതുവരെയും കാണാത്ത ഒരു വലിയ വിടുതൽ ഈ കുടുംബത്തിന് മേളിൽ സംഭവിക്കാൻ പോവുക. ഇതുവരെയും കാണാത്ത ഒരു വലിയ രക്ഷ ഈ കുടുംബത്തിന് മേളിൽ സംഭവിക്കാൻ പോവുക. ഈ ബ്രദർ ഒരു ഭയങ്കരമായ ലെവലിലേക്ക്, ജോലിയിൽ അടുത്ത ഉന്നത സ്ഥാനക്കയറ്റത്തിലേക്ക് യേശുവെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. വരാൻ പോകുന്ന നന്മകളെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് കയറുന്നു. കാരണം സുവിശേഷത്തിന് വേണ്ടി ഇവർ കൈത്താങ്ങിയതുകൊണ്ട് ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണല്ലോ, ദേശത്തിൽ മാനിക്കുകയാണല്ലോ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. എങ്കിൽ അനുഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഇന്ന് ഈ എപ്പിസോഡ് വിശ്വാസത്തിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടന്നു വന്നാട്ടെ, അനുഗ്രഹം അനുഭവിച്ചോട്ടെ. പ്രിയരെ, വിശ്വാസം എന്നുള്ള ആ സബ്ജക്റ്റിൽ നമ്മൾ തുടർമാനമായി പല എപ്പിസോഡുകൾ നിങ്ങൾ കാണുകയും നിങ്ങൾക്കത് അനുഗ്രഹമാകുകയും ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നു. ആ പല കോളുകളും വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കുന്നെന്നും നിങ്ങളുടെ പ്രതികരണമാണ് എന്നെ മുമ്പോട്ട് നടത്തുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡും നിങ്ങളുടെ വലിയ അനുഗ്രഹമായി തീരുമെന്ന്. നിങ്ങൾ പലരും എന്നെ വിളിച്ചിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസത്തിൽ പല തലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി കാണുകയും പുതിയതായി പഠിക്കാൻ കഴിയുകയും ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് അടുത്തൊരു തലത്തിലേക്ക് കയറുവാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസയാത്രയിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട്, ഇതുവരെയും കാണാത്ത വലിയ നിറവിൻ്റെ അനുഭവങ്ങൾ, ഇതുവരെയും കാണാത്ത വലിയ പകർച്ചകൾ, ഞാൻ വിശ്വസിക്കുന്നത് സാധാരണ ഒരു ഗതിയിൽ താങ്കളായിരിക്കാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കാലഘട്ടത്തെ രണ്ടായി തരം തിരിച്ചവൻ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടായിരിക്കുന്നത് യേശു മുഖാന്തരമാണ്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ നിങ്ങൾക്ക് ഈ ഡേറ്റ് തുടങ്ങി പറയാൻ കഴിയാൻ തുടങ്ങും. ഈ എപ്പിസോഡ് കഴിഞ്ഞതോടെ എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടന്നു. കാരണം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കാണിക്കുന്ന ഒരു കാര്യം കൊരിന്ത്യർ ലേഖനത്തിൽ താൻ പറയുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് പൗലോസ് പറയുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. പൗലോസ് പറയുകയാണ്, ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സാധാരണ 2 ലെവലിൽ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഒന്ന് വിശ്വാസയാത്രയിൽ ജീവിക്കാൻ പറ്റും, രണ്ടാമത് കാണുന്നതിൽ പ്രതികരിച്ചുകൊണ്ട്. സാധാരണ കാണുന്ന മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കാം. പക്ഷേ പൗലോസ് പറയാണ്, ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ കാണുന്ന ഒന്നും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വാസത്താൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഈ ഏത് വിഭാഗത്തിലാണ് താങ്കൾ ഇന്നായിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ ഈ എപ്പിസോഡ് തുടർമാനമായി ചിന്തിക്കുമ്പോൾ താങ്കൾക്കത് മനസ്സിലാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനപ്പുറത്തായിട്ട് കാണുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തായിട്ട് വാസ്തവവും അല്ലെങ്കിൽ വിശ്വാസവും എന്ന് പറയുന്നത് രണ്ട് തലമാണ്. വാസ്തവം എന്ന് പറയുന്നത് ഇന്ന് താങ്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ ഇന്നലെ വരെയും താങ്കൾക്ക് ആ ബിസിനസ്സിൽ തകർച്ചകൾ മാത്രമായിരിക്കാം, അത് കാണുന്ന മണ്ഡലമാണ്, അത് വാസ്തവമാണ്. പക്ഷേ വിശ്വാസം പറയുന്നത്
നാളെ മുതൽ എന്തോ വലിയ കാര്യങ്ങൾ ആ ബിസിനസ്സിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെയും തകർച്ചയായിരിക്കാം, ഇതുവരെയും താങ്കളുടെ ഒരു കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ വിശ്വാസത്തിൽ വിളിച്ചു പറയുകയാണ്, വാസ്തവം വിശ്വാസവുമായിട്ട് ഒരിക്കലും ചേരത്തില്ല എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ചയിൽ അത് ബുദ്ധിമണ്ഡലമാണ്. ഈ ബുദ്ധിമണ്ഡലത്തിനപ്പുറത്തായി വിശ്വസിക്കാൻ പറ്റുമോ? വരുന്ന വർഷം, വരുന്ന മാസം, വരുന്ന ദിവസങ്ങളിൽ ഇന്നത്തെ സാഹചര്യം മാറി യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. കാരണം വിശ്വാസത്തിൻ്റെ നായകൻ ആരെങ്കിലും ഒഴുക്കിന് എതിരെ നീന്താൻ തുടങ്ങിയാൽ അവൻ ഇറങ്ങി അവർക്ക് വേണ്ടി അവരെ ജയിക്കാനായിട്ട്, അവരെ ജയത്തിലേക്ക് നടത്താൻ തയ്യാറാകും. കാരണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും ഇറങ്ങി അവരെ അത്ഭുതത്തോടെ നടത്താൻ തയ്യാറാകും. കാരണം പൗലോസിൻ്റെ ഉടനീളമായ ജീവിതയാത്രയിൽ പൗലോസ് കണ്ട ഏറ്റവും വലിയ കാര്യമാണ്, ഇപ്പോൾ ആൾക്കാർ പൗലോസ് തീരുന്നു പോകും, അല്ലെങ്കിൽ അത് എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ മരിച്ചെടുത്തുനിന്ന് വീണ്ടും പുനരുത്ഥാന ശക്തിയോടെ, അല്ലെങ്കിൽ കല്ലേറിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ പട്ടിണിയായ അവസ്ഥയിൽ, അല്ലെങ്കിൽ തൻ്റെ മുറിവുകളിൽ, അവിടെയെല്ലാം പൗലോസ് വീണ്ടും വിശ്വാസത്തിൽ എണീറ്റ് നിന്ന്. നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞുകൂടാ, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഒരു ഭാഗം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. പൗലോസ് കാണുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ ആ പാമ്പ് കടിച്ച് പൗലോസ് മരിച്ചു പോകുന്നതാണ് കാണുന്നത്. പക്ഷേ പൗലോസ് വിശ്വാസത്തോടെ അതിനെ എതിർക്കുകയാണ്. എന്നോട് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്, പൗലോസ് കുറേ വിറക് പിറക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പറ്റി. ആ ജന്തു അവൻ്റെ കയ്യിൽ മേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ തന്നെ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കാണുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് താൻ അടുത്തൊരു ദ്വീപിൽ പ്രവേശിച്ചിരിക്കുകയാണ്, മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൽ. അവിടെ വന്നപ്പോൾ അവിടുത്തെ ബർബരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികൾ താങ്കളെ സഹായിച്ച് വിറക് കൊണ്ട് താങ്കൾക്ക് തീയിട്ട് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലരും പറയും, എന്ത് ചെയ്താലും രക്ഷ പിടിക്കാത്ത ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നത്, മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, എല്ലാ വാതിലും മുമ്പിൽ അടഞ്ഞു നിൽക്കുക. ഇതേപോലെ ചിലവർ ഈ സമയത്ത് തന്നെ കേൾക്കുന്നുണ്ട്. പ്രിയരെ, ഞാൻ പറയുന്നു, നിങ്ങൾ ആ വിഷയത്തിനകത്ത് തളർന്നു പോകാതെ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ മുമ്പോട്ട് നടത്താൻ യേശു ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊന്ന് എതിർത്ത് നിന്നട്ടെ. പൗലോസ് ആ ബർബരന്മാർ പറയുകയാണ്, ഇവനെ നീതിദേവി വെറുതെ വിടത്തില്ല, ഇവൻ ഇവിടെ ചത്തു വീഴുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അവൻ ഒഴുക്കിനൊത്തൊഴുകാതെ വിശ്വാസത്തിൽ ആ തീയിലേക്ക് ആ ജന്തുവിനെ കുടഞ്ഞു കിടന്നതായി കാണുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ശക്തിയോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ചാടി എണീറ്റാട്ടെ. ഇന്നത്തെ സാഹചര്യത്തിൽ നീ തകർന്നു പോകുന്നവനായിട്ടല്ല, നീ പറഞ്ഞാട്ടെ, യേശു എന്നെ ജയാളിയായിട്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. വാസ്തവം നിൻ്റെ മുമ്പിൽ വഴിമാറാൻ പോവുകയാണ്. അതല്ല പ്രിയരെ സത്യമെന്ന് പറയുന്നത്. നീ തകർന്നു പോകുന്നുണ്ടെങ്കിൽ യേശു മരിച്ചത് വെറുതെയാണ്. കാൽവരി ക്രൂശിൽ യേശു, നീ ദാരിദ്ര്യം മുഴുവൻ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവത്തിലാണെങ്കിൽ യേശു ദാരിദ്ര്യം അനുഭവിച്ചത് വെറുതെയാണ്. നീ രോഗിയായിട്ട് ആ രോഗത്തിനോട് വിട പറയാനായി, രോഗത്തിൽ അത് മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം വെറുതെയാണ്. കാരണം സകല മനുഷ്യർക്കുമുള്ള പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും കടം ആ ക്രൂശിൽ അവൻ തീർത്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ അതെ വിശ്വസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയാൽ കുടുംബക്കാർ ചിലവർ ഇപ്പോൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലവരുടെ ജീവിതത്തിൽ വലിയ വഴികൾ കർത്താവ് തുറക്കുകയാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നവർ എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് കർത്താവിനും നന്ദി പറഞ്ഞാട്ടെ. വലുത് സംഭവിക്കുകയാണ് പ്രിയരെ, വലിയ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം തീർന്നു എന്നും ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്നും, അല്ലെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ആ രാജ്യമൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ചിലവർ ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇല്ല, അതെ തീർന്നെന്ന് പറയാൻ വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ഉയർത്തെണീറ്റ് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു കർത്താവ് ഉയർത്തെണീറ്റ് ജീവിക്കുന്നുണ്ട്. അവൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ, അത് വാസ്തവം എന്തോ ആയിക്കോട്ടെ, അതിനെ മറികടക്കുന്ന ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അതേ വിശ്വാസത്തിൻ്റെ നായകനിട്ട് കയറുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവിടെ 2 വ്യക്തികളെ കാണുന്നു. യായിറോസ് വന്ന് തൻ്റെ ഹല്ലേലൂയ സുഖമില്ലാത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഹല്ലേലൂയ അതെ പറയുമ്പോൾ ഹല്ലേലൂയ അടുത്ത ഒരു വാക്യം കാണുന്നു, 12 വർഷമായിട്ട് തനിക്കുള്ള മുതൽ മുഴുവൻ മുടക്കിയിട്ടും ഒരു വിടുതലുമില്ലാതെ
സ്ത്രീ അവളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന മണ്ഡലം എങ്ങനെയാണ് പ്രിയരെ? ആ സ്ത്രീ, രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ വാസ്തവത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി രക്ഷയില്ലെന്ന് പറയുമ്പോൾ അത് അവിശ്വാസത്തിൻ്റെ നായകൻ്റെ വാർത്ത അവൾ കേൾക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ സത്യ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നു, സുവിശേഷത്തിനകത്ത് ശക്തിയുണ്ട്. സുവിശേഷം വെറും വാക്ചാതുര്യങ്ങളിലല്ല നിൽക്കുന്നത്. സുവിശേഷം ചുമ്മാതെ ബൈബിൾ വായിച്ച് പേജുകൾ മറിക്കുന്നത് പോലെയല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സുവിശേഷം ശക്തിയായി വ്യാപരിക്കാൻ തുടങ്ങും. സുവിശേഷത്തിനകത്തുള്ള കാര്യമെന്ന് പറയുന്നത് എനിക്കും നിനക്കും വേണ്ടി ഒരുത്തൻ പൂർണ്ണ വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വില ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അത് വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയാണ്. അല്ലെങ്കിൽ അതിനെ ഇന്നും ഒരു വ്യക്തിക്ക് അളക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് എന്നെ കാണുന്ന പല റൂമുകളിൽ നിന്ന്, പല പട്ടണങ്ങളിൽ നിന്ന് കാണുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നു, വാസ്തവത്തിൽ നിന്നെ നോക്കി പല്ലിളിക്കുന്നുണ്ടായിരിക്കാം, എല്ലാം തീർന്നു, ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. എന്നെ ഈ സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കോണിൽ നിന്ന് ഒരു കിടക്കയിൽ കിടന്നിട്ട് ആ വീട്ടിലെ ഗ്രഹനാഥൻ പറയുക, എല്ലാം തീർന്നു, എൻ്റെ കുടുംബം നശിച്ചു എന്ന് പറയുന്നു. പ്രിയ സഹോദര, ഞാൻ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ കട്ടിലയിൽ കിടക്കേണ്ട ആളല്ല നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാൻ പോകുന്നു. ആ ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഞാൻ പറയട്ടെ, ഇതേപോലെ ആ രക്തസ്രാവ സ്ത്രീ അവൾ വാസ്തവത്തെ കണ്ട്, കാണുന്ന മണ്ഡലത്തെ കണ്ട് അവൾ കാഴ്ചയിൽ പറയുകയാണ്, ഇനി എന്നെ സഹായിപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ നായകൻ്റെ വാർത്ത അവൾ കേൾക്കുമ്പോൾ ഞാൻ വ്യക്തതയോടെ പറയുകയാണ്, അവളുടെ ഉള്ളിൽ വിശ്വാസം ചലിക്കാൻ തുടങ്ങി. യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ വാസ്തവങ്ങൾ വഴിമാറാൻ തുടങ്ങി പ്രിയരെ. കാരണം റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ, ആ കർത്താവിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? കേൾവിയാൽ. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. ആരെങ്കിലും യേശുവിനെക്കുറിച്ച് ഈ സമയത്ത് കേൾക്കാൻ തുടങ്ങിയാൽ നിൻ്റെ ഉള്ളിൽ അറിയാത്ത ഒരു ഹോപ്പ്, ഹല്ലേലൂയ, ഹോപ്പ്ലെസ് മാറിയിട്ട് ഹോപ്പ് വെളിപ്പെടാൻ തുടങ്ങും. കാരണം യേശു അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലെ നിന്നെ നടത്തുവാൻ ശക്തനാണെങ്കിൽ ഇന്നും നിന്നെ നടത്താൻ ശക്തനായി നിൽക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഈ സമയത്ത് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, നാളുകളായിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അവൾക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ നീ പറയുകയാണ്, വാസ്തവം ഇന്നലെ വരെയും എന്നെ തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷേ ഇന്ന് വിശ്വാസത്താൽ നീ അതിനെ ജയിക്കാൻ പോകുന്നു. ഇന്നു മുതൽ വിശ്വാസത്താൽ ജയിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതേ സഹോദരി, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രാവശ്യം കൂടെ അത് എഴുതിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ആ വാതിൽ അടഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. ഇല്ല പ്രിയ സഹോദരി, നിങ്ങൾക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി യേശു ഇപ്പോൾ വലിയ വാതിൽ തുറക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ കരം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റും. ദൈവിക സ്പർശനങ്ങൾ പല വീടുകളിലും ഇപ്പോൾ ദൈവം ഇറങ്ങി നിങ്ങളെ തൊടുകയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. അവൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല എന്നുള്ളത് ഈ സമയത്തിൽ വാസ്തവങ്ങൾ വഴിമാറി വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതേപോലെ ആ രക്തസ്രാവ സ്ത്രീ അവൾ യേശുവിൻ്റെ വാർത്ത കേട്ടപ്പോൾ, നിങ്ങൾക്കറിയാമോ, ആ യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ജനം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ജനം കൂടിയിരിക്കുന്നിടത്തോ ഒരു രക്തസ്രാവമുള്ളവൾ അല്ലെങ്കിൽ അവർ നിയമമനുസരിച്ച് അതിൻ്റെ അടുക്കലോ അവരെ തൊടാനോ അവർ പോകുന്ന വഴിയിലോ പോകാൻ കഴിയത്തില്ല. കാരണം അത് ശാപമാണ്. അല്ലെങ്കിൽ അവളെ ശാപത്തിൽ മുദ്ര കുത്തും. അവൾ ശിക്ഷാവിധിക്ക് യോഗ്യയായിത്തീരും. പക്ഷേ ഇതൊന്നും അവൾ ഇപ്പോൾ കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറല്ല. അവൾ വാസ്തവത്തെ വഴിമാറ്റിക്കൊണ്ട്, കാണുന്ന മണ്ഡലത്തെ വഴിമാറിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകൻ്റെ മുകളിലേക്ക്, അതേ വിശ്വാസത്തിൻ്റെ നായകൻ്റെ മുഖത്തേക്ക് അവളുടെ ശ്രദ്ധ ഉറപ്പിച്ചുകൊണ്ട് തകർന്ന, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന അവൾ യാത്രയാകുമ്പോൾ എന്നെ കാണുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ഭാഗം വായിക്കാനല്ല, ഞാൻ പറയട്ടെ, വാസ്തവങ്ങൾ വഴിമാറുന്നത് വിശ്വാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവൾ തളർന്നവളാണ്. ഇനി മുമ്പോട്ട് നടക്കാനോ എണീക്കാനോ കഴിയാത്തവളാണ്. 12 വർഷമായി ശരീരത്തുള്ള മുഴുവൻ രക്തവും വാർന്നു പോയവൾ. എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ശരീരത്തിൽ രക്തമില്ലെങ്കിൽ ഒരാൾക്ക് നേരെ നിൽക്കാൻ പോലും കഴിയത്തില്ല. കാരണം തല ചുറ്റി താഴെ വീഴും. പക്ഷെ വിശ്വാസം ചലിക്കാൻ തുടങ്ങിയതോടെ അവളുടെ ഉള്ളിൽ വല്ലാത്ത ആരോഗ്യം വന്നു. കാരണം യേശുവിൻ്റെ അടുത്ത് പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം തെള്ളി മാറ്റിക്കൊണ്ട്
അവൾ വിശ്വാസത്തിൻ്റെ നായകനെ സ്പർശിക്കുകയാണ്. കാരണം അവളുടെ ഉള്ളിൽ വാസ്തവം വഴിമാറിയിട്ട് വിശ്വാസം പറയുകയാണ്, ഈ വിശ്വാസത്തിൻ്റെ നായകനെ ഞാൻ സ്പർശിച്ചാൽ എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. അങ്ങനെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊടുമ്പോൾ യേശു പറഞ്ഞു, എന്നെ തൊട്ടതാരാണ്? പുരുഷാരം അവനെ തെള്ളിക്കൊണ്ടിരിക്കുകയാണ്, തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ കൂടെ നടന്ന് ബോഡി ഗാർഡ് പോലെ 12 പേർ അവനെ ചുറ്റി നിൽക്കുകയാണ്. ഈ സമയത്ത് ഞാൻ സത്യം പറഞ്ഞോട്ടെ പ്രിയരെ, ശിഷ്യന്മാർ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താ ഈ ഗുരു പറയുന്നത്, എന്താ യേശു പറയുന്നത്? ഇത്രയും ആൾക്കാർ ഇവനെ തെള്ളുകയും തൊടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ മാറി മാറി ഉരുമുമ്പോൾ ആരാ തൊട്ടേന്നോ? പക്ഷേ യേശു പറയുന്നു, വാസ്തവം വഴിമാറി വിശ്വാസത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞ ഒരാളെന്നെ തൊട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത്രയും പേർ തൊട്ടത് യേശു അറിഞ്ഞില്ല. പക്ഷേ വാസ്തവത്തെ കാണുന്ന മണ്ഡലത്തെ മറികടന്നുകൊണ്ട് ഒരുവൾ വിശ്വാസത്തിൽ തൊട്ടതോടെ യേശു അറിഞ്ഞു. ഇതേപോലെ നിങ്ങൾ കാണുന്നതിനെ മറന്നിട്ട് യേശുവിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചാട്ടെ, യേശുവെ എൻ്റെ വിഷയത്തിനകത്തൊന്ന് പ്രവർത്തിച്ചാട്ടെ എന്ന് പറഞ്ഞാട്ടെ പ്രിയരെ. അപ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാം, യായിറോസ് വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നതാണ്. പക്ഷേ യായിറോസിൻ്റെ വീട്ടിൽ മരണം ഉറപ്പാക്കിക്കൊണ്ട്, കാണുന്ന മണ്ഡലം ഉറപ്പാക്കിക്കൊണ്ട് പൗലോസിൻ്റെ ആ തുടക്കചിന്ത നമ്മൾ ഓർക്കുന്നു. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതേ തന്നെയാണ് സംഭവിക്കുന്നത്. കാണുന്ന കുറച്ച് ആൾക്കാർ വന്ന് കാണുന്നതിനോട് എന്നും ജനപ്പെരുപ്പമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല, അല്ലേലും ഇങ്ങനെയൊക്കെ ആകത്തോളെന്ന് പറയാനായിട്ട് ഒരുപാട് പേർ കാണും പ്രിയരെ. പക്ഷേ ഇന്ന് വിശ്വാസത്തിൽ നിങ്ങൾ ഒരാൾ പറയുകയാണ്, ഈ ബാങ്ക് ലോണിന് അപ്പുറത്തായി എൻ്റെ ദൈവം ചില പുതിയ വഴികൾ തുറന്നിട്ടുണ്ട്, ഇത് എൻ്റെ കുടുംബത്തെ ജപ്തിയാകത്തില്ല, ഇന്നത്തെ അവസ്ഥ മാറും, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇങ്ങനെ തുടർമാനമായി ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, യായിറോസിൻ്റെ വീട്ടിൽ വന്നിട്ട് യായിറോസിനോട് പറയുകയാണ്, ഞങ്ങൾ മരണം ഉറപ്പാക്കിയിട്ട് വന്നിരിക്കുകയാണ്, മൂക്കിൽ പഞ്ഞു വെച്ചിരിക്കുകയാണ്, കാല് യഹൂദന്മാരുടെ നിയമം അനുസരിച്ചതുപോലെ ലിനൻ തുണി കൊണ്ട് അതേ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇനി നീ എന്തിനാ ഗുരുവിനെ ശല്യപ്പെടുത്തുന്നത്? കാണുന്ന മണ്ഡലം ഇതേപോലെയാണ് പ്രിയരെ. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി, ഇനി അവിടെ ആ കല്യാണം മുടങ്ങുക എന്നുള്ളതാണ് കാണുന്ന മണ്ഡലം. പക്ഷേ വിശ്വാസത്തിൻ്റെ നായകൻ പച്ചവെള്ളത്തെ നോക്കിയിട്ട് പറയുകയാണ്, നിറപ്പിൻ, ഇത് വീഞ്ഞായി മാറാൻ പോകുന്നു. സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ നോക്കാതെ നിങ്ങൾ വിശ്വാസത്തിൽ ചിലത് പറയാൻ തയ്യാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. വാസ്തവങ്ങൾ മുഴുവൻ വഴിമാറിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. യായിറോസ് ഗുരുവിനോട് പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ അതാ എല്ലാവരും ഒരുമിച്ച് സങ്കടപ്പെടുന്ന സമയത്ത് ഒരു വ്യക്തി മാത്രം പറയുകയാണ്, കാണുന്നത് വിശ്വസിക്കല്ലേ, അവൾ ഉറങ്ങുകയാണ്, ആ കുഞ്ഞുറങ്ങുകയാണ്. നിനക്ക് വേണ്ടി ഇതേപോലെ കാണുന്ന കാര്യം വിശ്വസിക്കാതെ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ യേശുവെന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ യായിറോസുമാരെ പോലെ ചിലവർ എന്നെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി യേശുവിൻ്റെ കരം ഇറങ്ങി ചില വലിയ വഴികൾ ഇപ്പോൾ തുറന്നു വരാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യായിറോസും വന്ന മരണം ഉറപ്പാക്കിയവരും മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ ചിന്തയനുസരിച്ച് ആ ഉറപ്പാക്കിയവരെല്ലാം പറയുക, ചുമ്മാതാ പോകുന്നു, വെറുതെയാ പോകുന്നു, ഒന്നും നടക്കത്തില്ല, ഇവൻ ചുമ്മാതെ യേശുവിൻ്റെ സമയം കളയാണ്. ഇതേപോലെ ഈ വിശ്വാസത്തിൽ നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ തീരുമാനമെടുക്കുന്നുണ്ടായിരിക്കാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് എണീക്കുമ്പോൾ വാസ്തവം പറയുന്ന ചിലവർ പറയും, എങ്ങനെ നടക്കാനാ, ഒന്നും നടക്കത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ പറയണം, സകലതും സാധ്യമാണ് എൻ്റെ ദൈവത്താൽ, എൻ്റെ യേശുവിനാൽ സകലതും സാധ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, അവർ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ കരച്ചിൽ കേൾക്കാം, ബഹളം കേൾക്കാം. പക്ഷേ യേശു അന്നേരവും തയ്യാറല്ല. യേശു ആ ബാലയെ പിടിച്ചെണിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതേപോലെ മരിച്ചു പോയെന്ന് പറയുന്ന ചില അവസ്ഥകളിൽ ലാസർ മരിച്ചു, ഇനി ജീവിക്കത്തില്ലെന്ന് സഹോദരിമാർ പറയുമ്പോൾ കാണുന്ന മണ്ഡലത്തിൽ നിന്നപ്പുറത്തായി അവൻ എവിടെയാണ് ലാസറിനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ആ കല്ലറയിൽ നിന്ന് 4ാമത്തെ ദിവസം അവനെ വിളിച്ചിറക്കുകയാണ്. ഇതേപോലെ എല്ലാം തീർന്നു എന്ന് പറയുന്ന വാസ്തവങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വഴി അതിനോട് ചേരാതെ, അതിനോട് പറയാതെ വിശ്വാസത്തിൽ എണീറ്റെന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം ഈ വിഷയത്തിൽ എന്നെ സഹായിക്കും, എൻ്റെ ദൈവത്തിന് എനിക്ക് ഉറപ്പാണ്. കാരണം പഴയ നിയമ ഭക്തന്മാർ ആ തീയിൽ ഞങ്ങൾ ദഹിച്ചാലും, തീയിൽ ഞങ്ങൾ വീണാലും
ഞങ്ങൾ അതേ പതറത്തിലെ ദൈവം ഞങ്ങളെ അതിനകത്ത് രക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതുപോലെ ദാനിയേൽ പറഞ്ഞു, ഈ സിംഹം എന്നെ ഹല്ലേലൂയ തിന്നാലും പ്രശ്നമില്ല, എൻ്റെ ദൈവത്തെ തള്ളി പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി തീയിൽ നാലാമനായി ഇറങ്ങി വരുവാൻ, ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ആ ദാനിയേലിൻ്റെ സിംഹത്തെ വായടപ്പിക്കുവാൻ ഇതേപോലെ നിൻ്റെ പ്രശ്നത്തിനും പരിഹാരിയായി യേശുവിന് ഇന്ന് ഇറങ്ങി വരാൻ കഴിയും. പ്രിയരെ, വിശ്വസിച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ വളരെ സാവധാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശു ഇന്നും വാസ്തവങ്ങളെ എതിർത്തുകൊണ്ട് വിശ്വാസത്തിൽ പറഞ്ഞാട്ടെ. കാരണം നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞുകൂടാ, ഹല്ലേലൂയ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ഹല്ലേലൂയ ജന്മനാ മുടന്തനായ വ്യക്തി ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പത്രോസിൻ്റെയും അതെ ആ ഭാഗത്തേക്ക് ഹല്ലേലൂയ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പത്രോസും യോഹന്നാനും ഹല്ലേലൂയ അത് ഒരുപാട് നാളുകൾ എനിക്ക് ചിന്തിക്കുന്നത് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ ഉള്ളിൽ അഭിഷേകം വന്നതോടെ, അവരുടെ ഉള്ളിൽ വാസ്തവവും അത് വഴിമാറിയ ഒരു അഭിഷേകം, അതേ വിശ്വാസത്തിൻ്റെ നായകൻ അവരുടെ ഉള്ളിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്നലെ കണ്ട കുരുടനെ പോലെയല്ല അവർ കാണുന്നത്. അവർ പറഞ്ഞു, ഇന്നലെ കണ്ടതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൊന്നോ വെളിയോ ഇല്ല, പക്ഷേ ഞങ്ങൾ വാസ്തവത്തിൽ വിശ്വാസത്തിൽ നീ ഇന്നലെ വരെയും ഈ മുടന്തനാണെങ്കിൽ ഇന്ന് കാണുന്ന മണ്ഡലത്തിനപ്പുറത്തായി വിശ്വാസത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, എണീക്കുക. ഹല്ലേലൂയ, ഇന്ന് ആ കടലിൽ താങ്കളെ മുക്കുമെന്നോ ആ കാറ്റിൽ തീരുമെന്നോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞാട്ടെ, ഈ കാണുന്നതെല്ലാം മാറും, എൻ്റെ യേശു എനിക്ക് വേണ്ടി പുതിയതായി ഒന്ന് ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചാട്ടെ, വിശ്വാസത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചാട്ടെ. എങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വാസ്തവങ്ങൾ വഴിമാറുവാൻ എൻ്റെ കൂടെ ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി വന്നാട്ടെ. എൻ്റെ ഒരു കണ്ണ് കാണാൻ പറ്റില്ലാത്തതാണ്. എൻ്റെ ലെഫ്റ്റ് കല്ല് കയറിയതാണ്. കണ്ണ് ശാലം പോലും കാഴ്ചയില്ലായിരുന്നു. പക്ഷേ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കണ്ണിന് കാഴ്ച ലഭിച്ചു. ഇപ്പോഴെനിക്ക് കാഴ്ച എല്ലാം നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം ഇത്ര എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞു. ഈ കണ്ണ് എന്തോ മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത്? കണ്ണെടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഈ കണ്ണെടുത്ത് കളയണം, ഇതിന് കാഴ്ച ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. മധുര ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു കണ്ണെടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ണെടുത്ത് കളഞ്ഞില്ല, അങ്ങനെ തന്നെ വെച്ചിരുന്നു. പക്ഷേ ഒരു മാസം വരെ എനിക്ക് കണ്ണുണ്ടെന്നുള്ള യാതൊരു ഇതും എനിക്കറിയില്ലായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ സൂര്യവെളിച്ചം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ബ്രദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാഴ്ച ഒരാൾ ഉണ്ടെന്നുള്ളതും ബൈബിളിൽ വാക്യങ്ങൾ ഉണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായത്. എൻ്റെ ലെഫ്റ്റ് കണ്ണുകൊണ്ട്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ ഈ സമയത്ത് എൻ്റെ കൂടെ ചേർന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ഈ സമയത്ത് വിശ്വാസത്തിൽ പറയും, എൻ്റെ അവസ്ഥ മാറും, എൻ്റെ യേശു എനിക്ക് വേണ്ടി പുതിയതായി ചിലത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉറക്കെ പറഞ്ഞാട്ടെ, ഇപ്പോൾ വിശ്വസിച്ചാട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതായി ഒന്ന് ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ എന്നോട് ചേർന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയ്ക്കായി, അതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. കാരണം ഈ സുവിശേഷങ്ങൾ കാണാം, അവരെ അവിശ്വാസ നിമിത്തം അവനോട് അത്ഭുതങ്ങളോ വീര്യപ്രവൃത്തിയോ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുള്ളത്. ഇന്ന് അവിശ്വസ്തരാകാതെ, ഇന്ന് സ്വന്തമായി പഠിക്കാതെ എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവച്ചാട്ടെ. നിങ്ങളുടെ വിഷയത്തിനുള്ള ഒരു വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഇന്ന് അവസ്ഥ മാറാൻ പോവുകയാണ്. ഇതൊരു ഭയങ്കരമായ അത്ഭുതത്തിൻ്റെ ദിവസമാണെന്ന് വിശ്വസിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ, ഒരു വലിയ കൃപ ഇപ്പോൾ ഇവരെ മേളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഏതവസ്ഥയിലായിക്കോട്ടെ, കാണുന്ന മണ്ഡലം മുഴുവൻ തകർച്ചയായിരിക്കാം, എന്നാൽ പൗലോസിൻ്റെ വാക്ക് ഞാൻ ഇവരുടെ മേളിലേക്ക് അയക്കുകയാണ്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു. കാണുന്നതൊന്നും സത്യമല്ല. കാരണം യേശു അതിജീവിച്ചതുപോലെ ഇപ്പോൾ ഈ ജനം അതിജീവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ ഇപ്പോൾ ഈ ജനത്തിന് മേളിൽ വ്യാപരിച്ചു തുടങ്ങട്ടെ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ട്യൂമറുകളോട് വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത് മാറിപ്പോവുകയാണ്. ഇപ്പോൾ തന്നെ ക്യാൻസറുകൾ അത്ഭുതമായി സൗഖ്യമാകുന്നു. ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, അതേ ആ ഉള്ളിൽ വൈറസ് ഉദര സംബന്ധമായി നിൽക്കുന്ന ചില വേദനകൾ മാറിപ്പോവുകയാണ്.
നീർവീഴ്ച പോലെ ഹല്ലേലൂയ കാലിൻ്റെ താഴോട്ട് മുട്ടിന് താഴ്പോട്ട് ഹല്ലേലൂയ നീർ വീണ് ഹല്ലേലൂയ ചെരുപ്പോ ഷൂവോ ഒന്നും ഇടാൻ കഴിയാത്ത രീതിയിൽ 4 വ്യക്തികൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കുകയാണ്. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ തന്നെ അലർജി സംബന്ധമായി നിൽക്കുന്ന മുഴുവൻ രോഗങ്ങളും സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വരെ സ്ഥിതികൾ മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, വിസായ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലവരെ സ്റ്റേജുകൾ മാറട്ടെ. ചില വ്യക്തികൾക്ക് നാട്ടിൽ പോലും വരാൻ കഴിയാതെ പല രാജ്യങ്ങളിൽ തങ്ങി നിൽപ്പുണ്ടല്ലോ. അവരെന്നെ കാണുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഇപ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ദൈവം ഇപ്പോൾ വലിയ വിടുതലുകൾ അയക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അതേ കുടുംബമായി അതേ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന 4 കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് 10 വർഷമായി, ഒന്ന് 6 വർഷമായി, 2 12 വർഷമായി, ഒന്ന് 3 വർഷമായിട്ട് വളരെ ഭാരത്തോടായിരിക്കുന്ന ഈ 4 കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മക്കൾ യഹോവ നൽകുന്ന ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നന്ദി പറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചാട്ടെ. വാസ്തവം നിങ്ങളുടെ മുമ്പിൽ വഴിമാറുന്നു. അത് കാണുന്ന മട്ടൻ്റെ നിങ്ങളുടെ മുമ്പിൽ വഴിമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവർക്ക് വേണ്ടി ചിലത് ചലിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ അറിയിച്ചാട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ കാണുന്ന അക്കൗണ്ട് നമ്പറുകളിലേക്ക് ഈ എപ്പിസോഡ് താങ്ങുവാനായിട്ട്, ഈ മിനിസ്ട്രിയെ താങ്ങുവാനായിട്ട് നിങ്ങളും ഭാഗവത്താകട്ടെ. പ്രിയരെ, പല രാജ്യങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ കുടുംബവുമായി അനുഗ്രഹം അനുഭവിച്ചാട്ടെ. നിങ്ങൾ വീണ്ടും കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലെവലിലായിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.